പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ക്രിസ്തുമതം സ്വീകരിച്ച് 3 മാസം പ്രായം എനിക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഒട്ടും അറിയില്ല. ഒരമ്മച്ചി എന്റെ കൈ പിടിച്ചിട്ട് അമ്മച്ചിയുടെ തലയിൽ അടിക്കുക, മോൻ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന്. ആകെ വരണ്ടിട്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് റൂമിൽ പോയി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ റൂമിന് കൊട്ടി. തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അപ്പന്റെ പ്രായമുള്ള ഒരാള്, അദ്ദേഹം ബഹുമാനത്തോടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയാൻ അറിയില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ആള് പറഞ്ഞു അത് പോരാ, എനിക്ക് കൗൺസിലിംഗ് തരണം. എനിക്ക് കൗൺസിലിംഗ് എന്താണെന്നറിയില്ല. ഇയാൾ കൗൺസിലിംഗ് തരണം എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാനൊരു കസേര ഇട്ടിട്ടിരുന്ന് അയാൾ ഒരു കസേരയിലിരുത്തി. നമ്മുടെ കൗൺസിലേഴ്സ് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ ഞാൻ കയറിയിരുന്നു. കുറച്ചു നേരം ഞാൻ പ്രാർത്ഥിച്ചു, ആലോലിയ ആലോലിയ ആലോലിയ. അർത്ഥമൊന്നും അറിയില്ല. ഇയാളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് ചേട്ടന്റെ വിഷമം പറയാൻ പറഞ്ഞു. പാവം വിഷമം പറയാൻ വന്നല്ലേ, പറഞ്ഞോട്ടെ വിഷമം പറയാൻ. ചേട്ടൻ എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറിന് എന്നെ കുറിച്ച് വല്ല ദർശനവും കിട്ടിയോ എന്ന് ചോദിച്ചു. നാണം കെടുക ഞാൻ പറഞ്ഞു, ദർശനം എനിക്ക് പിന്നെ കിട്ടും, ചേട്ടൻ ഇപ്പം വിഷമം പറയാൻ പറഞ്ഞു. ചേട്ടന്റെ വിഷമം പറഞ്ഞു. അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അയാളുടെ ഓരോ വിഷമങ്ങളും കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഉരുകി 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 എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. കുറേ നേരം അയാൾ കരഞ്ഞ് വിഷമം പറഞ്ഞ് ഞാൻ മിണ്ടാതായപ്പോൾ അയാൾ കണ്ണ് തുറന്ന് എന്നെ നോക്കി. അപ്പം ഞാൻ ഭയങ്കര കരച്ചില്. അയാൾ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തലയിൽ തടവിയിട്ട് പറഞ്ഞു, സാരമില്ല ബ്രദറെ, ബ്രദർ വിഷമിക്കണ്ട, ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞിട്ട് അയാള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കൗൺസിലിംഗ്. മനസ്സിലായ? ഒരു താടി വെച്ച ചേട്ടൻ, ഇനി ജന്മത്തിൽ ഇവന്റെ അടുത്ത് ഞാൻ കൗൺസിലിങ്ങിന് പോവില്ല എന്ന് വരണ്ട. അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ആകെ അസ്വസ്ഥത. രാത്രി മുഴുവൻ പുകച്ചില്. രാവിലെ എഴുന്നേറ്റ്, അന്ന് ഓലച്ചാപ്പലായി, ഇപ്പം നല്ല ചാപ്പലായി. ചാപ്പലിൻ്റെ അകത്ത് പോയി ആൾത്താരയുടെയും സെക്രട്ടറിയുടെയും ഇടയിൽ മുട്ടുകാലിൽ നിന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, വയറ്റിൽ നിന്ന് മരിച്ചു പോകുന്ന എല്ലാവരും പറഞ്ഞതാ, നീയാ എന്നെ രക്ഷിച്ചത്, അറബി കോളേജ് പറഞ്ഞു വിട്ട് നീയാ, ഉസ്താദാക്കിയത് നീയാ, അവസാനം ഡിവൈനിൽ എത്തിപ്പെടുത്തിയത് നീയാ, നിന്നെ സ്വീകരിച്ചത് ഞാൻ തന്നെ, നിന്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റിയേ. നിന്നെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഫാത്തിമ റബല്ലോയുടെ തളർന്ന 2 കാലിനും ബലം കിട്ടി. അവസാനം ജനങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നീ എന്നെ നാണം കെടുത്തി, പണി ശരിയായില്ല. നീ എന്നെ പ്രസംഗിക്കാൻ അഭിഷേകം ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ സൗഖ്യം കൊടുക്കാനുള്ള കഴിവും കൂടെ തരണം എന്ന് പ്രാർത്ഥിച്ചു. ഈശോ എന്നോട് പറഞ്ഞു, മോനെ, നീ ഫാത്തിമ റബല്ലോയെ കണ്ടിട്ടില്ല, നീ അവളെ സ്പർശിച്ചിട്ടില്ല, നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എൻ്റെ വചനം നീ പ്രസംഗിച്ചപ്പോൾ ആ വചനമാണ് അവളെ സ്പർശിച്ചതും സുഖപ്പെടുത്തിയതും. ദൈവം തുടർന്ന് എന്നോട് പറഞ്ഞു, മോനെ, പ്രപഞ്ചം മുഴുവനും ഞാൻ സൃഷ്ടിച്ചത് എൻ്റെ വചനത്തെ അയച്ചിട്ടാണെങ്കിൽ പ്രപഞ്ചത്തിനുള്ള ഓരോ കേടുപാടുകൾ തീർക്കാൻ ഞാൻ അയക്കുന്നതും എൻ്റെ വചനത്തെയാ. നിന്റെ ജോലി എൻ്റെ വചനം ഉച്ചൈശ്വരം പ്രഖ്യാപിച്ചോ, ചെയ്യാനുള്ളതൊക്കെ എൻ്റെ വചനം ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ആകാശത്തിൽ നിന്നും മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വരുന്നത് ഭൂമിയെ നനച്ചിട്ട് കായികനികൾ മനുഷ്യന് നൽകിയിട്ട് നീരാവിയായിട്ട് തിരിച്ചു പോകാനാണെങ്കിൽ, ഇതുപോലെ സർവശക്തനായ ദൈവം അവന്റെ വാ തുറക്കുമ്പോൾ ആ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങളും ഭൂമിയിലുള്ള ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ചില ജോലികൾ ചെയ്തതിന് ശേഷം മാത്രം മടങ്ങിപ്പോകാനുള്ളതാണ്. എന്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന POC ബൈബിളിലുള്ള 73 പുസ്തകങ്ങളും 1600ഓളം വരുന്ന അധ്യായങ്ങളും ചുമ്മാ വായിക്കാനുള്ളതല്ല, കേൾക്കാനുള്ളതല്ല, പ്രസംഗിക്കാനുള്ളതല്ല, എഴുതാനുള്ളതല്ല, മറിച്ച് അതിലുള്ള ഓരോ വാക്യങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം അയച്ചതാ. നിങ്ങളുടെ 6 പ്രശ്നങ്ങൾ എടുത്തു മാറ്റണമെങ്കിൽ ക്രിസ്തു കുരിശിൽ മരിച്ചതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ പ്രശ്നങ്ങൾ വിട്ടുപോകും. കുഴപ്പം ഇവിടം വരെ നിങ്ങളെത്തി, കുരിശ് വരെ ഇങ്ങോട്ട് ചാടിയിട്ടില്ല. ഒന്ന് ചാടി നോക്ക്, വിവരം അറിയാം. അന്ന് കുർബാന കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു കൗൺസിലറിന്റെ ബൈബിള് കണ്ടപ്പോൾ ഞാനതെടുത്ത് നിവർത്തി.
കണ്ടത് സുഭാഷിതങ്ങൾ 4:20 മുതലുള്ള വാക്യങ്ങളാണ്. അത് നിങ്ങൾ തന്നെ ഒന്ന് ഉറക്കെ വായിക്കണം. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വായിച്ചാൽ മതി. എഴുതിലൊക്കെ നിൽക്കട്ടെ, ഇതൊന്ന് വായിച്ചോ പ്ലീസ്. എല്ലാരും കൂടെ ഒന്ന് ഉറക്കെ പറയണേ. മകനെ. പറ്റില്ല, 2 കൈ ഒന്ന് ഉയർത്തി പിടിക്കാവോ? നിങ്ങളുടെ ശ്രദ്ധ പോകുന്നു. കൈ ഉയർത്തി പിടിക്കാവോ? എന്നിട്ട് വാതുറന്ന് ഉറക്കെ പറയാവോ? മകനെ. പോരല്ലോ മക്കളെ, കുറച്ചും കൂടി ഉറക്കെ പറയാവോ? മകനെ, എന്റെ വചനങ്ങളെ കാണുകയും സ്പർശിക്കുകയും വായിക്കുകയും കേൾക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ ആ വചനങ്ങൾ നിനക്ക് ജീവനാണ്, നിന്റെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങൾക്കും ആരോഗ്യമാണ്. ഒന്നുറക്കെ പറയാവോ? ഹല്ലേലൂയ. എല്ലാരും ചേർന്ന് ഉറക്കെ ഒന്നും കൂടെ വായിക്കണം. മകനെ, എന്റെ വചനങ്ങളെ കാണുകയും സ്പർശിക്കുകയും വായിക്കുകയും കേൾക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്താൽ ആ വചനങ്ങൾ നിനക്ക് ഔഷധമാണ്, നിനക്ക് ജീവനാണ്. ഒന്നുറക്കെ പറയാവോ? ഹല്ലേലൂയ. കൈ താത്തിയിടാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉള്ളവർ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. കയ്യിൽ ബൈബിൾ ഉള്ളവർ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ഒന്നുറക്കെ പറയണം. എന്റെ ബൈബിൾ. ഒന്നുറക്കെ പറഞ്ഞു. എന്റെ ബൈബിൾ മരുന്ന് കടയാണ്. ഇതിലുള്ള ഓരോ വചനങ്ങളും എന്റെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളാണ്. അത് ഞാൻ കാണുകയും സ്പർശിക്കുകയും വായിക്കുകയും കേൾക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്താൽ ഇതിൽ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്നുറക്കെ പറയാവോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു മരുന്ന് കടയാണ്. നിങ്ങളത് നിസ്സാരമായിട്ട് തള്ളണ്ട. ഓരോ പ്രശ്നത്തിലും ഇതിൽ മരുന്നുണ്ട്. ഞാൻ അതിനൊരു 2-3 ഉദാഹരണം പറയാം. പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തിത്തരാം. ഒന്ന്, ഒരു ദിവസം ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് പുറത്തിറങ്ങി ചെന്നപ്പോൾ കുറെ പേരെന്നെ കാണാൻ നിന്നു, പ്രാർത്ഥിച്ചു പോയി. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് ബാംഗ്ലൂരിന് പോകാൻ നിൽക്കെ ഒരു തടിമാടൻ ഇങ്ങനെ നിന്ന് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. പോകരുത്, എനിക്ക് സംസാരിക്കണം. ഐ വാണ്ട് ടു ടോക്ക് ടു യു. മക തുമക്കോ ഐക്കോൺ ബ്രദർ മക്ക സോഷ്മൽ മക്ക ഹങ്കൈ ബ്രദർ. കൊങ്ങണിയിൽ പറയാം, എനിക്ക് എന്തൊക്കെ പറയാനുണ്ട്, എന്നോട് കുറച്ചൊരു സംസാരിച്ചിട്ട് പോയാൽ മതി. ഇങ്ങനെ നിൽക്കണേ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? തോളിന് കേടാ, തോള് 2 പൊട്ടിയതല്ല, എനിക്ക് നിവിടാൻ പറ്റില്ല. എൻ്റെ ഭാര്യ പറഞ്ഞു, അയാളെ ഇഗ്നോർ ചെയ്യല്ലേ, സംസാരിച്ചിട്ട് പോ, ട്രെയിന് കിട്ടിയില്ലേ ബസ്സിന് പോവാം. ഞാൻ അയാളെ പിടിച്ചിരുത്തി. ആള് പറഞ്ഞു, എൻ്റെ പേര് എൻ്റെ പേര് ഡെറിക് റബല്ലോ. ഞാൻ ഗോവയിൽ നിന്ന് വന്നതാ. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളും ഉണ്ട്. കുറച്ചുനാൾ മുമ്പ് അപ്പനുമായിട്ടൊരു വഴക്കുണ്ടായപ്പോൾ ഞാൻ അപ്പൻ ഒരൊറ്റ അടി അടിച്ചു. അപ്പൻ്റെ ചെവിക്കിട്ട അടി വീണത്, അപ്പൻ താഴെ വീണ് പെടച്ചു, അപ്പം തന്നെ മരിച്ചുപോയി. ഞാൻ ഒറ്റ മോനാ. അപ്പൻ്റെ ഡെഡ് ബോഡി എടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ഞാൻ പാട്ടും പാടി പുറത്തിറങ്ങി നടന്നു. ആർക്കും ഇതറിയില്ല. രാവിലെ ആയപ്പോൾ അമ്മ വിചാരിച്ചു അറ്റാക്കായി മരിച്ചതാന്ന്. ബന്ധുക്കളെ അറിയിച്ചു, മറവും ചെയ്തു. എനിക്കറിയാം എൻ്റെ തല്ല. ബ്രദറെ, കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ആയി. ഇതേ തോള് പൊട്ടി, ഇതേ ഇങ്ങനെയാണ് നടക്കണേ. എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു പണിയും നടക്കില്ല. ഇതിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭാര്യക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ക്യാൻസറാ, വയറ് മൊത്തം പോയി കിടക്കുക. അവളുടെ ജോലിയും പോയി. അപ്പൻ്റെ കടബാധ്യത തീർക്കാൻ വീട് വിറ്റു, കാറ് വിറ്റു, മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, സീറോയാ, നാട്ടിലാകെ നാണക്കേടാ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ഭാര്യയും മക്കളും ചേർന്ന്. ഒരാൾ കുറച്ച് കാശ് തന്നിട്ട് പോട്ടെ, പോയിട്ട് പരിഹാരം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാ വന്നേ. ബ്രദർ ക്ലാസ്സിൽ പറഞ്ഞു, ബൈബിള് മരുന്നാണ്, ഇതിനകത്ത് എല്ലാ പ്രശ്നത്തിനും മരുന്നുണ്ടെന്ന്. ബ്രദറിനോടൊന്ന് ചോദിച്ചോട്ടെ, എൻ്റെ അപ്പന് ഞാൻ അടിച്ചു, ആള് മരിച്ചു. ആളോട് പോയി സോറി ചോദിക്കാൻ ഇനി പറ്റില്ല. കല്ലറയിൽ എത്രയാന്ന് വിചാരിച്ചപ്പോൾ ഇരിക്കുന്നത്. എന്താ ഇനി ഞാൻ ചെയ്യണ്ടേ? ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മരുന്ന് ബൈബിളിൽ ഉണ്ടോ? ഇതാ ചോദ്യം. ഉണ്ടോ?
എന്നെ ട്രാപ്പ് ചെയ്തു. പ്രാർത്ഥിക്കാന്നും പറഞ്ഞ് ഒരു ചെറിയ പ്രയർ റൂമുണ്ട് വീട്ടിൽ. ഞാൻ പോയിരുന്നു, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ബൈബിള് തുറന്നപ്പോ കിട്ടിയത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3:10 മുതൽ 13 വരെയാണ്. നല്ലൊരു വചനം. ഇങ്ങനെയാ വചനം: കുരിശ് തൂങ്ങി മരിക്കുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരാ. അതങ്ങനെയാണ് യഹൂദരുടെ നിയമം. ക്രിസ്തു കുരിശിൽ മരിച്ചാൽ അതിനർത്ഥം ആള് ശപിക്കപ്പെട്ടവനാ. ക്രിസ്തു ശപിക്കപ്പെട്ടവൻ. അതെങ്ങനെ? ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ശാപങ്ങൾ അവൻ വഹിച്ചതാ. എന്നിട്ടോ അവന്റെ അനുഗ്രഹം നമുക്ക് തിരിച്ചു തന്നു എന്ന്. ഇതാ കുരിശില എല്ലാം ചെയ്തെന്ന് ഞാൻ ആദ്യം പറഞ്ഞേ. ഓരോ മനുഷ്യന് ഏർപ്പെട്ട ശാപങ്ങളും യേശു വഹിച്ചെന്നും അവന്റെ അനുഗ്രഹം അവൻ തിരിച്ചു തന്നെന്നും. നിന്നെ അമ്മ ശപിച്ചോ? അപ്പൻ ശപിച്ചോ? കൂട്ടുകാരൻ ശപിച്ചോ? പള്ളിയിലച്ഛൻ ശപിച്ചോ? സിസ്റ്റർ ശപിച്ചോ? അധ്യാപകൻ ശപിച്ചോ? അവരൊന്നും ജീവിച്ചിരിപ്പില്ലേ? സോറ് ചോദിക്കാൻ പറ്റുന്നില്ലേ? വേദനിക്കുകയാണോ? ഇനി ഇതിങ്ങനെ നരകിച്ച് പോണെന്നാണോ തീരുമാനം? ഒരിക്കലുമല്ല. വചനം പറഞ്ഞു, നിന്റെ ശാപങ്ങൾ മുഴുവനും അവൻ വഹിച്ചു, അവന്റെ അനുഗ്രഹം നിനക്ക് തന്നു. ഞാൻ ഡെറിക്കിനോട് പറഞ്ഞു, കണ്ണു തുറന്ന് ബൈബിൾ നോക്കണം. അവൻ നോക്കി. വിരൽ ആ വചനത്തിൽ വെച്ചു, കണ്ടു, സ്പർശിച്ചു. വിരൽ നീക്കുന്നതിനനുസരിച്ച് ഉറക്ക വായിച്ചോ? വായിച്ചുകൊണ്ടിരിക്കുക. അവൻ കേട്ടു. 50 പ്രാവശ്യം വായിച്ച് കാണാതെ പഠിക്കാൻ പറഞ്ഞു. പഠിച്ചു. അടുത്തത് അവൻ ചോദിച്ചു, ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, രാത്രി ഡിന്നർ കഴിഞ്ഞിട്ട് ഈ വചനം ഒന്ന് വായിച്ചേക്കാൻ. 3 നേരം ഭക്ഷണശേഷം ഗുളിക കഴിക്കുന്നത് പോലെ കഴിച്ചേക്കാൻ. അവൻ കഴിക്കാൻ തുടങ്ങി. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നത് ഒരു വെള്ള സ്കോർപിയോ കാറിലാണ്. സ്കോർപിയോ ലോഞ്ച് ചെയ്ത സമയം. ചോദിച്ചപ്പോൾ അവൻ പറയാ, വചനം ഇത് ഭക്ഷിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ തോള് പതുക്കെ 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 നിവർന്നു. 2 കൈയും നേരെയായി. എൻ്റെ ഭാര്യയുടെ ക്യാൻസർ അസുഖത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്കൊരു കോൾ സെന്ററിൽ ജോലി, 50,000 രൂപയോളം ശമ്പളം. എൻ്റെ ഭാര്യയ്ക്കും വേറൊരു കോൾ സെന്ററിൽ ജോലി, 50,000 രൂപയോളം ശമ്പളം. ഞാനിപ്പോൾ ഒരു ഭവനം വാങ്ങി, ഒരു വാഹനം വാങ്ങി, മക്കൾ നന്നായി പഠിക്കുന്നു, പൂർവാധികം സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്ത്, ബ്രദറെ, സത്യമാണ്, ബൈബിളിലുള്ള ഓരോ വചനങ്ങളും ഓരോ പ്രശ്നങ്ങൾക്കുള്ള മരുന്നാണ്. പ്രശ്നങ്ങൾ അറിയാനും മരുന്ന് കണ്ടെത്താനും അത് കഴിക്കാനും സാധിക്കാതെ പോയതാണ് ഞാൻ കഷ്ടപ്പെടാൻ കാരണം. ഇവിടെയുള്ള ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഇതിനകത്ത് മരുന്നുണ്ട് പ്രശ്നങ്ങൾക്ക്. നമുക്ക് പ്രശ്നം അറിയില്ല, മരുന്നും അറിയില്ല, അത് കഴിക്കാനും അറിയില്ല. അത് പഠിച്ചാൽ പ്രശ്നം തീരും. 2 കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കൂടെ വാ തുറന്നുറക്കെ ഒന്ന് പറയാവോ? ഹല്ലേലൂയ. ഒന്നുറക്കെ പറയാവോ? ഹല്ലേലൂയ. ഇത് അയാളുടെ അനുഭവം. ഇനി എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് 10 വർഷം ഞാൻ ഇവിടെ ജീവിച്ചു ഒറ്റയ്ക്ക്. അതിനുശേഷം ഞാൻ വിവാഹം കഴിച്ചു. കുഞ്ഞുങ്ങളായി, ഭാര്യയായി, പ്രാരാബ്ധങ്ങളായി. ഒരു ഭവനം പണിയുമ്പോൾ എൻ്റെ കയ്യിൽ സാമ്പത്തികമായി അതിനുള്ള ഒരു കരുത്തില്ല, ബലമില്ല. വീട് പണിയുന്ന സമയത്ത് കോൺക്രീറ്റ് ഇടാൻ വേണ്ടി കാശിന് വേണ്ടി 6 മാസത്തോളം ഞാൻ അലഞ്ഞു. മൊത്തം കമ്പിയൊക്കെ തുരുമ്പെടുത്തു, സപ്പോർട്ട് വുഡൊക്കെ അഴുകിയ കാലം സാമ്പത്തികമായിട്ട്. കാരണം എനിക്ക് ജോലിയില്ല, സുവിശേഷത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കണം, പറ്റുന്നില്ല. ഒരു ദിവസം രാവിലെ കുർബാനക്ക് പോയി നിന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നപ്പോൾ 2 കൊരിന്ത്യർ 8:9 എന്ത് രസമുള്ള വചനം എന്നറിയാം. സമ്പന്നനാണ് ക്രിസ്തു, പക്ഷെ കുരിശിൽ അവൻ ദരിദ്രനാണ്. നോക്ക്, ഉടുതുണിക്ക് മറുതുണിയില്ല, ഭക്ഷണമില്ല, സ്വർണ്ണമോതിരം ഒന്നുമില്ല, ദരിദ്രൻ. ഓരോ മനുഷ്യന്റെയും ദാരിദ്ര്യത്തെ അവൻ കുരിശിൽ വഹിച്ചു. അവന്റെ സമ്പത്തിനെ മനുഷ്യന് തിരിച്ചു കൊടുത്തു. ഈ വചനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കണ്ണു തുറന്ന് വചനം നോക്കി, വിരലവിടെ വെച്ചിട്ട് വിരൽ നീക്കുന്നതിനനുസരിച്ച് ഞാൻ അതിങ്ങനെ വായിച്ച് പഠിക്കാൻ തുടങ്ങി. 10-20 പ്രാവശ്യം ഞാൻ ആ പള്ളിക്കകത്ത് വെച്ച് ചെറിയ ഒച്ചത്തിൽ വായിച്ച് കേട്ട് പഠിച്ചു. 6 മണിക്ക് തിരിച്ച് ഞാൻ താമസിക്കുന്ന റൂമിൽ ചെന്നപ്പോൾ മൊബൈൽ കിടന്ന് റിങ് ചെയ്യുന്നു. എടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ ഒരു കന്യാസ്ത്രീയുടെ ഫോൺ കോള്. സിസ്റ്റർ എന്നോട് പറയാ, ഇന്ന് രാവിലെ കുർബാനക്ക് ഞാൻ നിന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര 1000 രൂപ തരാൻ. വീട്ടിന് കോൺക്രീറ്റ് ഇടാനുള്ള കാശ് വചനം തിന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ
ഒരു വലിയ കമ്പനിയിൽ എനിക്ക് ജോലി ലഭിച്ചു, നല്ല ശമ്പളം. എൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിച്ചു, നല്ല ശമ്പളം. ഓരോ കടബാധ്യതകളും ഒന്നൊന്നായി സെറ്റിൽ ചെയ്തു. സത്യം പറയട്ടെ, ഈ വചനം കാണാതെ പഠിച്ചതിന് ശേഷം ഇപ്പോൾ 5 വർഷത്തോളമായി 3.5 വർഷത്തോളമായിട്ട് സാമ്പത്തികമായി പിന്നീട് ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. ഞാൻ ബുദ്ധിമുട്ടിയില്ലെന്ന് മാത്രമല്ല, ഒരുപാട് മനുഷ്യരെ സാമ്പത്തികമായി സഹായിക്കാൻ തരത്തിൽ ദൈവം ഈ കുടുംബത്തെ വളർത്തി. ചെയ്യുന്ന ജോലി കൊണ്ട് സുവിശേഷത്തിന് ഒരു തടസ്സവുമില്ല. അതാ വേറൊരു കാര്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, സത്യം പറയാം, ബൈബിള് ഒരു മെഡിക്കൽ ഷോപ്പാണ്. ഓരോ വചനങ്ങളും മരുന്ന. പ്രശ്നങ്ങൾ കണ്ടെത്തി, അതിനുള്ള വചനം കണ്ടെത്തി, അത് നോക്കി സ്പർശിച്ച് വായിച്ച് കേട്ട് കാണാതെ പഠിച്ചാൽ അത് സംഭവിക്കും, ഉറപ്പാ സംഭവിക്കും. ബൈബിളിൽ എന്തിനാ മരുന്നില്ലാത്ത? വിസ കിട്ടാൻ മരുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ട് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കിണറിൽ വെള്ളം കിട്ടാൻ മരുന്നുണ്ട്, തോട്ടം വാങ്ങാൻ മരുന്നുണ്ട്, വീട് പണിയാൻ മരുന്നുണ്ട്, സൗന്ദര്യം കിട്ടാൻ മരുന്നുണ്ട്, ഡ്രസ്സ് വാങ്ങാൻ മരുന്നുണ്ട്, നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മരുന്നുണ്ട്, വാഹനം വാങ്ങാൻ മരുന്നുണ്ട്, പരീക്ഷയിൽ ജയിക്കാൻ മരുന്നുണ്ട്, ബുദ്ധി കൂടാൻ മരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാ വേണ്ടത്? ഇതിനെല്ലാം വചനത്തിലുണ്ട് മരുന്ന്. കറക്റ്റായിട്ട് ആ ക്യാപ്സ്യൂൾ കണ്ടെത്തി കഴിക്കാൻ പഠിക്കുക. അതുകൊണ്ട് ഞാൻ നിർത്തുന്നതിന് മുമ്പ് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഒരു ബൈബിൾ ഉണ്ടാകുക. ആദ്യത്തെ കാര്യം സ്വന്തമായിട്ട്. 2, എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരധ്യായമെങ്കിലും വായിച്ചിരിക്കുക. 3, ബൈബിളിലെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാതെ വേറൊരു പുസ്തകവും വായിക്കാതിരിക്കുക. ഉൽപ്പത്തി തുടങ്ങി, പിന്നെ നാളെ പോയിട്ട് യോഹന്നാൻ വായിച്ച്, മറ്റന്നാൾ പോയിട്ട് വെളിപാട് വായിച്ച്, പിന്നെ പോയിട്ട് മത്തായി വായിച്ച് പട്ടി ചോറ് തിന്നുന്ന പോലെ തിന്നരുത്. ഉൽപ്പത്തിക്ക് 50 അധ്യായമുണ്ട്. ഒരു ദിവസം വെച്ചിട്ട് 50 ദിവസം ഉൽപ്പത്തി മാത്രം വായിക്കും. ഇനിയല്ല, ഒരു ദിവസം 3 അധ്യായം വായിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് നേരത്തെ തീർക്കാം. പക്ഷെ ഒരു പുസ്തകം തുടങ്ങിയാൽ അത് തീർത്തിട്ടേ അടുത്ത പുസ്തകം വായിക്കാമുള്ളൂ. ഇങ്ങനെ നിങ്ങൾ വാശി വെക്കുക. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്ന വാഗ്ദാനങ്ങൾ വചനത്തിൽ എവിടെ കണ്ടാലും അതുടനെ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ വേറൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ഇല്ലെങ്കിൽ അടിവരയിടുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി തൊട്ട് വായിച്ച് കേട്ട് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള 6 പ്രശ്നങ്ങളും സഫേന്നും പറഞ്ഞ് പമ്പ കടക്കും. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ദ്രോഹിക്കുന്നവരെ നിങ്ങൾ വിട്ടുപോകും. കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് നിങ്ങൾ മെച്ചപ്പെടും. ശാരീരികമായിട്ട് നിങ്ങൾ നല്ല ആരോഗ്യവാന്മാരാകും. മാനസികമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും. ഭയങ്കര ആത്മനിയന്ത്രണവും നിങ്ങൾക്കുണ്ടാകും. അത് ഒരു പരിധിവരെ അനുഭവിച്ച് സാക്ഷ്യമായി ജീവനോടെ നിന്നിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കത് സാധിക്കും. 1 മിനിറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? പെട്ടെന്ന്